ന്യൂസിലൻഡിലേക്ക് കെയർ ഗീവർ വിസയിൽ വരാം എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് കാത്തിരിക്കുന്നവരാണോ? പൈസ കൊടുത്തിട്ട് വേണോ കെയർ ഗീവർ ജോബ് അല്ലെങ്കിൽ സപ്പോർട്ട് വർക്കർ ജോബ് ന്യൂസിലാൻഡിൽ കിട്ടാൻ? ഒരു ഏജൻസിക്ക് പാസ്പോർട്ട് കൊടുത്ത് ആ പാസ്പോർട്ട് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ബയോഡാറ്റ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വേണോ നമുക്ക് ന്യൂസിലാൻഡിൽ ജോലി കിട്ടാൻ? നമുക്ക് ഓഫർ തരാം. പല ആളുകളെയും ഉണ്ടല്ലോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഇന്ന ഇത്രയും ജോലികൾ ഇവിടെയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ബയോഡാറ്റ തന്നോളും, അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് ജോബിനെ കുറിച്ച് പറയാം. ഇനി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ ആദ്യം തന്നെ അടയ്ക്കണം. അതിന് ശേഷമാണ് ഓഫർ ലെറ്റർ തരുള്ളൂ. ആ ഓഫർ ലെറ്റർ തരുമ്പോൾ വേറൊരു 3 ലക്ഷം രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മൊത്തം 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വേണോ നമുക്ക് ന്യൂസിലാൻഡിൽ ജോലി കിട്ടാൻ? ഈ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഏജൻസിക്കാർക്ക് എത്രമാത്രം റോളാണ് ഒരു ജോലി ഇവിടെ തരുന്നതിന് വേണ്ടിയിട്ട്? അവരെന്ത് റോളാണ് ചെയ്യുന്നത്? 1 മാസത്തിനുള്ളിൽ കയറി പോകാമെന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് 1 വർഷമായ ആളുകളുമുണ്ട്, പാസ്പോർട്ട് കൈപ്പറ്റിയിരിക്കുന്നവരുമുണ്ട്. അവർ നമ്മുടെ ഒത്തിരി ജോബ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഇത് ട്രൈ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നേഴ്സുമാരാണെങ്കിൽ OET IELTS കിട്ടാതിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അതുപോലെ അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തിട്ട് പരീക്ഷ എഴുതിയിട്ട് പാസ്സാവാതിരിക്കുന്ന ആളുകളെയൊക്കെയാണ് മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും മേടിക്കുന്നു, പാസ്പോർട്ടും മേടിക്കുന്നു, വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇത് നമുക്ക് ഒത്തിരി സ്ട്രെസ്സാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ പൈസ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നഷ്ടപ്പെട്ട് സമയം നമുക്ക് ഇന്ന് പോവാം, അടുത്ത മാസം പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നു, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാം, ആ ഒരു സെറ്റപ്പാണ് ഞങ്ങൾ ചെയ്തു തന്നെയെന്ന് പറയുന്നു. ഇത് എത്രമാത്രം നടന്നിട്ടുണ്ട്? ഇതിപ്പോൾ ഒത്തിരി ആളുകൾ പല നാട്ടിലുള്ള ഏജൻസികളാണെങ്കിലും അതുപോലെ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏജൻസികളാണെങ്കിലും ഒത്തിരി ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഒരു ജോബ് കിട്ടുന്നതിന് എന്താണ് നമുക്ക് വേണ്ടത്? നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഓക്കെ. ഇവിടെ അറിയാലോ, ഏകദേശം ഒരു 50 ലക്ഷം ആളുകളേ ഉള്ളൂ. ഈ 50 ലക്ഷം ആളുകൾക്ക് വേണ്ട ഹോസ്പിറ്റലുകളിലാണെങ്കിലും കെയർ ഹോമുകളാണെങ്കിലും അത്രയുണ്ട് ഇവിടെ. ഈ 2022-23 ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കയറി വന്നു. നേഴ്സുമാരാണെങ്കിലും അവരുടെ ഫാമിലിയിലാണെങ്കിലും ഓൾമോസ്റ്റ് വേക്കൻസീസ് എല്ലാം ഫില്ലാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ നേഴ്സുമാർ തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്താണ് സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ കെയർ ഗീവർ, സീനിയർ കെയർ ഗീവർ ജോബ് വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് തരൂ, ബയോഡാറ്റ തരൂ, നിങ്ങൾക്ക് ഞാൻ ജോബ് തരാമെന്നും പറഞ്ഞ് പല ഏജൻസികളും സ്റ്റാഫിനെ ഇരുത്തി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. പല സ്റ്റാഫുകൾ അതിന് ട്രെയിൻ ചെയ്തിരിക്കുകയാണ്, നമ്മളെങ്ങനെ അത് മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാം, എങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് അത് അവർ പഠിച്ചു വെച്ചേക്കുവാണ്. ഒരു റിയാലിറ്റി അവർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു റിയാലിറ്റി അറിയത്തില്ല. ഓക്കെ, നമുക്കിപ്പോൾ കേരളത്തിലൊരു ജോലി കിട്ടണമെങ്കിൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ നിർബന്ധമല്ലേ, ആ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ബയോഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ജോബ് വേണമെങ്കിൽ നിർബന്ധമായിട്ടൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു കെയർ ഹോമോ വേണം. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവർ തരണം. ഓക്കെ, അതുപോലെ അവർ നിർബന്ധമായിട്ട് ആ വേക്കൻസീസിനെ കുറിച്ച് നമ്മളോട് പറയണം. ഇന്ന കെയർ ഹോമുകളിലാണ് ജോലികൾ. അതിന് അവർ പറയുന്നത് അത് നിങ്ങൾ ഇത്ര പൈസ അടച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയത്തുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് അന്നേരം തരത്തുള്ളൂ എന്ന് പറയും. ഓക്കെ, അതിന് അങ്ങനെ വെച്ചിട്ട് നമ്മളെ പറ്റിക്കുകയാണ്. ആ ഡീറ്റെയിൽസ് തന്നാൽ ആ ജോബ് ഓഫർ എന്താണെന്ന് തന്നു കഴിഞ്ഞാൽ ആ ജോബ് ഓഫർ അവിടെ ഉണ്ടെങ്കിൽ, ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കെയർ ഹോമോ ഉണ്ടെങ്കിൽ പ്രസൻറ്റ് അവർ നമുക്ക് അതിൽ ജോബ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇതുണ്ടോ എന്നറിയാൻ പറ്റും. ഇങ്ങനെ ഒരു കെയർ ഹോമോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഉണ്ടോ എന്ന് ആദ്യമേ വെരിഫൈ ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി അവരോട് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ 3, 4, 5 ലക്ഷം രൂപ ഒന്നിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു മിനിമം ഒരു കോമൺ സെൻസ് ഇല്ലേ? നമുക്ക് പൈസ കൊടുത്ത എല്ലാ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കണ്ടേ? നിങ്ങൾ ഞങ്ങൾക്ക് ജോബ് ഓഫർ തരാമെന്ന് പറയുന്ന ഹോസ്പിറ്റലുകളുടെ അല്ലെങ്കിൽ കെയർ ഹോമുകളുടെ ഡീറ്റെയിൽസ് തരാം, അതിനുശേഷം പൈസ തരാം. അന്നേരം അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, നിങ്ങൾ പൈസ അടച്ചതിന് ശേഷം തരാൻ പറ്റുള്ളൂ. ജെനുവിനാണ് എന്നുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ലേ ഉള്ളൂ. അപ്പോൾ ഇവരെന്താ നമ്മളോട് പറയുന്നത്? നിങ്ങൾ വെരിഫൈ ചെയ്യണം, നിങ്ങൾ വെരിഫൈ ചെയ്യണതിന് നിങ്ങൾക്ക് ഇത്ര പൈസ ചിലവുണ്ട്, അതിനുവേണ്ടി നിങ്ങളൊരു 3 ലക്ഷം രൂപ അടയ്ക്കും. അപ്പോൾ നമ്മളൊരു 3 ലക്ഷം രൂപ അടിച്ച് വെയിറ്റ് ചെയ്യുന്നു. നമുക്കൊരു ജോബ് ഓഫർ ഇതുവരെ വാലിഡ് ആയിട്ടുള്ളൊരു ജോബ് ഓഫർ തന്നിട്ടില്ല. ഓക്കെ, നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ജോബ് ഓഫർ ചോദിക്കുമ്പോൾ എവിടെ നിങ്ങളൊരു ഒരു ജോബ് ഓഫർ തരും. ഓക്കെ, അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വഴിയില്ല. നമ്മളെവിടെ വിളിച്ച് ചോദിക്കും, ഹോസ്പിറ്റലാണോ കെയർ ഹോമാണോ, ഇത് എവിടെയുള്ളതെന്ന് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? അപ്പോഴും നമുക്ക് ഇല്ല. പിന്നെ 6 മാസം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷമായിട്ടും ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത കാര്യങ്ങളുണ്ട്.
ഓക്കെ, ഇവിടെ കറണ്ട് ജോബിലേക്ക് നിങ്ങൾക്കൊരു ജോബ് ഓഫർ തന്ന് അതിൻ്റെ ഡീറ്റെയിൽസും തന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ച് നിങ്ങൾക്കൊരു ജോബ് ഓഫർ തരുവാണെങ്കിൽ അവർക്ക് അതിന് എന്തെങ്കിലും ചാൻസുകളോ അവരതിൽ ആ എംപ്ലോയറായിട്ട് എന്തെങ്കിലും കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാണ് അവരുടെ റോള്. അങ്ങനെ ഒരു സംഭവം ഇല്ല നിലവിൽ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പറ്റിപ്പിൽ പോവാതെ നമ്മൾ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിങ്ങനെ പെട്ടുപോയാൽ നമ്മളെ വിലപ്പെട്ട സമയം പോകും. ഇങ്ങനെ ഒരു വലിയൊരു റിസ്കിലേക്ക് നമ്മൾ പോയി വീഴണം. ഇങ്ങനെ ഈ പറ്റിക്കുന്ന ആളുകൾ സ്ഥിരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു കൺട്രി ആണെങ്കിൽ പിന്നീട് വേറൊരു കൺട്രിയാണ്. പിന്നെ ഇവരോട് നിങ്ങൾക്ക് മെയിനായിട്ട് ചോദിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഏതെങ്കിലും ആളുകളെ ഇതിനു മുമ്പ് വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നമുക്കൊരു ഏജൻസി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് തരാൻ പറയണം. അവരെത്ര പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ മെയിനായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോക്കാണ്. ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാനുണ്ട്.